ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് സഹറാസ് ഫുഡ് ഡയറീസിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുതുരുചിയിലുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാർട്ടികളിലും ഒക്കെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ബീഫ് റെസിപ്പി. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് കൂടി ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ 1/2 കിലോ ബീഫിന്റെ കുറച്ച് ഇവിടെ വെച്ചിട്ട് ബാക്കി മുഴുവനായിട്ടും ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഒരു 300-350 ഗ്രാമോളം ബീഫ് ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് കഴുകിയെടുത്തതാണ്. അതൊരു നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതൊരു പുതുരുചിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് നമ്മുടെ ബീഫ് ഇട്ട. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി 3 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചിട്ടെടുത്തതാണ്. അപ്പോൾ അമ്മിക്കല്ലിൽ ഇട്ടിട്ടൊന്ന് ചതച്ചിട്ടെടുത്താൽ മതി. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി സാധാ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മളൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബീഫിലേക്ക് നമ്മുടെ ആ ഒരു മസാല കൂട്ട് മുഴുവനായിട്ടൊന്ന് പിടിച്ചിട്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്, റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഒരു 10-14 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് ആയതുകൊണ്ട് കുറച്ചധികം വേവ് ഉണ്ടാവട്ടെ. അപ്പോൾ പുതിയ കുക്കറാണെങ്കിൽ ഓരോ തരം കുക്കർ അനുസരിച്ചായിരിക്കും വേവിന്റെ ആ ഒരു ഇതുണ്ടാവുക. അപ്പൊ എനിക്കിവിടെ ഒരു 10-12-13 എനിക്ക് 14 വിസിലോളം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് വിസിലൊക്കെ അടിച്ചതിന് ശേഷം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പേസ്റ്റ് ആദ്യം ഉണ്ടാക്കി വെക്കണം. അതിനായിട്ട് ഒരു 3-4 പച്ചമുളക് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നടുവായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തന്നെ അരച്ചിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എടുത്തിട്ടുള്ളത്. ഒരു കൂടെ വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഒരു അലുമിനിയം ചട്ടി ഇതുപോലെ ഒന്ന് ഗ്യാസ് സ്റ്റോവിൽ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഒന്നൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഉലുവ ടേസ്റ്റ് കുറവാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് കേട്ടോ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. നമ്മളെ ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വരുന്ന ആ ഒരു ടൈമിൽ നല്ല മണം ഉണ്ടാവും. ഒരു ചെറിയൊരു കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഗ്രാമ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു പൊട്ടി വരുന്ന ഒരു ടൈമിലേക്ക് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചേർക്കുന്നത് സവാളയാണ് കേട്ടോ. ഞാൻ ഇവിടെ 2 മീഡിയം സൈസ് വലിയ സവാള ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ആയതുകൊണ്ട് തന്നെ സവാള ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. ബീഫിൽ സവാളയാണ് കേട്ടോ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പല രീതിയിലും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്, പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ വറുത്തരക്കാത്ത രീതിയിലുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു കറി. പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിൻ്റെയും ഭട്ടൂരി. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂത്ത് നല്ല രീതിയിൽ വെന്തുടഞ്ഞത് വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം. അതുപോലെ ഒരു എടുത്തിട്ടൊന്ന് അടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രൗൺ കളർ നല്ല രീതിയിൽ ഒന്ന് മൂത്ത് നല്ല മണം ഉണ്ടാവും കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു സവാളിൻ്റെ ആ ഒരു മസാല. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടോ. അടിക്ക് പിടിക്കുന്നത് ശ്രദ്ധിക്കാൻ. ഇതിലേക്ക് 3 വലിയ തക്കാളിയും കൂടി ഞാൻ ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് പല വെറൈറ്റിയിൽ ഉണ്ടാക്കും കേട്ടോ. ബീഫ് നമ്മൾ കുക്കറിൽ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കും. കുക്കറിൽ മസാല ഉണ്ടാക്കിയിട്ട് ബീഫ് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ ഇത് വേറൊരു രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ ഒരു ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ആ ഒരു പച്ചമുളക് ഒന്ന് മാറ്റിയിട്ട് എടുക്കുക കേട്ടോ. ഇനി നല്ല രീതിയിൽ അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സവാള, ടൊമാറ്റോ, പിന്നെ നമ്മുടെ ഒരു മസാല നല്ല രീതിയിൽ വെന്ത് അടിഞ്ഞു വരുന്നത് തന്നെ നമുക്കിതൊന്ന്
കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അടിക്ക് പിടിച്ച് പോകുന്ന ആ ഒരു പ്രശ്നം നോക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഞാനൊന്ന് തുറന്നെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിത് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക നമ്മുടെ ഒരു ബീഫിൻ്റെ ആ ഒരു മസാല ഇട്ട. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കി എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ കറി ഉണ്ടാക്കുന്ന ടൈമിൽ ഇത് വേറെ വേറെ നിൽക്കും കേട്ടോ. ഇനി അതിലേക്കൊന്ന് ഉടഞ്ഞു വരുന്ന ആ ഒരു ടൈമിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി നമുക്ക് കാശ്മീരി ചില്ലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒരു 2-3 ടീസ്പൂണാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ മല്ലിപ്പൊടിയും ഞാൻ അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ബീഫ് മസാലയാണ് കേട്ടോ, ഒരു 1/2 ടീസ്പൂണും ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് 2 ടേബിൾ സ്പൂൺ കുറച്ച് വെള്ളം, ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഇനി വെള്ളം വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചിട്ടില്ലേ ഈ ഒരു ബീഫ്, ആ ഒരു വെള്ളം കുറച്ച് ചൂടുവെള്ളം കൂടി മാത്രം നമ്മൾ ഈ നീരിന് ആവശ്യമായിട്ട് വെള്ളം വെച്ച് കൊടുക്കാനായിട്ട് ചെയ്തിട്ടുള്ള ചൂടുവെള്ളം. അപ്പോൾ ആ ഒരു ബീഫിലുള്ള ആ ഒരു വെള്ളം തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം അത് ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ വെച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു മസാലക്ക്, നമ്മുടെ ഈ കറിക്ക് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം അത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇനി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിന് തന്നെ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റ് ചൂടുവെള്ളം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കസൂരി മേത്തി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം കസൂരി മേത്തിൽ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മൾ ഈ കറിക്ക് ഉണ്ടാവുക. കാരണം ഞാൻ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടില്ല, മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ കസൂരി മേത്തി ഓപ്ഷനിലാണ് കേട്ടോ. കസൂരി മേത്തി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മല്ലിയില, നല്ല ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല രീതിയിലൊന്ന് നമുക്ക് അടച്ചു വെച്ച് നല്ലോണം തിളച്ച് വരുന്നത്, കാരണം ബീഫ് ഓൾറെഡി വെന്തതാണ്. അതുകൊണ്ട് നമുക്ക് കറി മാത്രം ഒന്ന് തിളച്ച് നല്ല രീതിയിലൊന്ന് കുറുകി വരുന്ന ആ ഒരു ടൈമിൽ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നല്ല രീതിയിൽ കുറുകി വരുമ്പോൾ ആ ഒരു ടൈമിൽ, ഈ ഒരു ടൈമിലാണ് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മല്ലിയില എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, പക്ഷെ കസൂരി മേത്തി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ കറി ഒന്ന് കുറുകി തിളച്ച് വരുമ്പോൾ ആ ഒരു ടൈമിലേക്ക് നമുക്ക് ഇനി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ. പച്ച വെളിച്ചെണ്ണയില്ല, നമ്മൾ കോക്കനട്ട് ഓയിൽ കുറച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം, നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ, അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതലും ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ പിന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെള്ളമൊക്കെ വേണമെങ്കിൽ ഉപ്പും വെള്ളമൊക്കെ വേണമെന്ന് ചെക്ക് ചെയ്തിട്ടല്ലോ നോക്കുക. അപ്പോൾ ഈ ഒരു ടൈം ഞാനിട്ട് ഉപ്പും വെള്ളമൊക്കെ നല്ല കണക്കായിരുന്നു. അപ്പോൾ നമ്മുടെ കറി നല്ല രീതിയിലും തിളച്ചൊന്ന്, ഇപ്പം ഞാൻ തണിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതൊന്ന് കോരിയിട്ടൊന്ന് സെർവ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നല്ല കുറുകിയിട്ട് നല്ല വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടി വെച്ചാൽ ഇതിലും കുറുക കേട്ടോ നമ്മുടെ കറി. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. കുറച്ചൊന്ന് കഷ്ടപ്പെടാനായിട്ട് അങ്ങനെ വലിയ കഷ്ടപ്പാടൊന്നുമില്ല, കാരണം മസാല നമ്മൾ ഉണ്ടാക്കേണ്ട ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാലും നല്ല സൂപ്പറായിട്ടുള്ള ഒരു പുതു രുചിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കമൻറ്റും ഒക്കെ അറിയിക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.